ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻ സ്ക്വാഡ്. നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് മൺഡേയിലെ പാക്കും കാര്യങ്ങളും ക്ലബ് സെലക്ഷനൊക്കെ നോക്കാം. മൺഡേ മീൻസ് നാളത്തെ ഒരു ചെൽസിയുടെ ഒരു ക്ലബ് സെലക്ഷൻ വരുന്നുണ്ട്. മുന്നേ വന്നിരുന്ന ലിവർപൂളിൻ്റെയും മാഡ്രിഡിൻ്റെയും അതുപോലെ തന്നെ വന്നേക്കാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ പാൽമറിൻ്റെ ഒരു കാർഡ് വന്നതാണ്. സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളുമാണ്. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, സ്പീഡ് ലേശം കുറവാണ്. പിന്നെ വരുന്നതാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ നല്ല കാർഡ് വരുന്നുണ്ട്. ബോക്സ് ടു ബോക്സ് ആണ്. മാക്സിമം ഓവറോൾ 99 ആയിരിക്കാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കുന്നു. പിന്നെ ഒരു ബിൽഡപ്പ് CB ആണ്. കോൾബലിൻ്റെ നമുക്കൊരു പണ്ടൊരു ഫ്രീ കാർഡ് കിട്ടി. ഫ്രീ കാർഡ് മീൻസ് ഇത് പോയിൻറ്റ് ഷോപ്പിൽ നിന്ന് കിട്ടിയിരുന്നു. അത് പുതിയ പിന്നെ എൻകുക്കുവിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ വരുന്നുണ്ട്. ആക്സലറേഷൻ, ഡ്രിബ്ലിങ്ങും ബോൾ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് ലേശം കുറവാണ്. പിന്നെ നമുക്ക് പ്രോഗ്രഷൻ റീസെറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഇതിൽ ചെൽസിയിൽ തന്നെ വരുന്നത് ഇതാ CB ആണ്. നെക്സ്റ്റ് ഇത് സ്റ്റാറ്റ്സും കാര്യം ഓവറോൾ ഇത്ര ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഫൊഫാനയുടെ മുന്നേ നമുക്ക് ഒരുപാട് കാർഡ് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഡിഫെൻസീവറായിട്ടെല്ലാം ബ്ലൂ ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. ഹെഡറും ആവശ്യത്തിനുണ്ട്. പിന്നെ റീസി ജെയിംസിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് നമുക്ക് 100 ഓവറോൾ പോകുന്ന കാർഡും കാര്യങ്ങളുണ്ട്. പിന്നെ ഒഫൻസീവ് ഗോൾ കീപ്പറായിട്ടാണ് സാഞ്ചസിൻ്റെ വരുന്നത്. അതും കുഴപ്പമില്ലാത്തൊരു ഇതാണ്. പിന്നെ വരുന്ന ജാക്സൺ ആണ് ഗോൾ പൂച്ചർ. ഇത്രയും പ്ലെയേഴ്സാണ് നാളത്തെ ക്ലബ് സെലക്ഷൻ പാക്ക് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നാളെ വരുന്നത് മാർക്കോ റോയ്സിൻ്റെ ഒരു കാർഡ് വരുന്നുണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അപ്കമ്മിങ് കുറച്ച് കാർഡുകളും കാര്യങ്ങളും പുതിയ പാക്കുകൾ, പുതിയ ഓരോരോ സ്കിൽസൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോർട്ട്മുണ്ടിൻ്റെ നമുക്കറിയാം 2017 നമുക്ക് റോയ്സിൻ്റെ കാർഡ് 2017 പെസ് കളിച്ചവർക്കറിയാം. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലാക്ക് ബോൾ ആയിരുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് റേസ് ഇപ്പം നമുക്കറിയാലോ ഇവർ എടുത്തിട്ടുണ്ട് പുതുതായിട്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ലൈസൻസ്, ഡോർട്ട്മുണ്ടിൻ്റെ ലൈസൻസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡമ്മി ക്ലബ്ബായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കൂടെ തന്നെ വരുന്ന ബെർക്കാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കഗോയുടെയും അത് ഡോർട്ട്മുണ്ടിൻ്റെ വെർഷനാണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ ഈ 3 പ്ലെയേഴ്സും ഹോൾ പ്ലെയറാണ്. അപ്പോൾ നല്ല വെർത്തി പാക്കെന്ന് നമുക്ക് പറയാം. റേഴ്സിന് നമുക്കറിയാം ഇത് പുതുതായിട്ടാണ് എപ്പിക്ക് വരുന്നത്. എന്ന് വെച്ചാൽ 2017 നമുക്ക് പെസ്സിന് ശേഷം ഡോർട്ട്മുണ്ട് ലൈസൻസ് പോയതിന് ശേഷം നമുക്ക് ഗെയിമിൽ ഇല്ലായിരുന്നു ഈ കാർഡ്. അപ്പം അത് ആക്സലറേഷൻ ബെസ്റ്റാണെന്ന് തോന്നുന്നു നമുക്ക് അഡീഷണൽ സ്കില്ല് വരുന്നത്. എന്നിരുന്നാലും നല്ലൊരു കാർഡ് തന്നെയായിരിക്കും. ഹോൾ പ്ലെയർ ആൻഡ് പ്ലേയിങ് സ്റ്റൈല്, ലെഫ്റ്റ് വിങ് കളിപ്പിക്കാം, ലെഫ്റ്റ് LMF കളിപ്പിക്കാം, SS കളിപ്പിക്കാം, AMF കളിപ്പിക്കാം. ഒരുപാട് പൊസിഷനിൽ കളിക്കുന്നൊരു പ്ലെയറാണ്, നമുക്കറിയാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ സ്പീഡിൻ്റെ ആക്സലറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ കഗാവയുടെ ഒരു കാർഡ് വരുന്നത് ഇത്തവണ യുണൈറ്റഡിൻ്റെ അല്ല, അതും ഡോർട്ട്മുണ്ടിൻ്റെ തന്നെയാണ് വരുന്നത്. എന്നിരുന്നാലും ഒരു ആവറേജ് അത്രേ ഉള്ളൂ, OP ലെവലൊന്നും അല്ല. പിന്നെ ബെർക്കാമിൻ്റെ ഒരു യങ് വെർഷനാണ് വരുന്നത്, അജാക്സിൻ്റെ. ഇത് ഈ 3 പേരായി നമുക്ക് കൺഫേം എന്ന് പറയാനായിട്ടില്ല എന്ന് തോന്നുന്നു. വെച്ചാൽ ഒരുപാട് പ്ലെയേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമേഴ്സിലും വരുന്നത് ഈ 3 പ്ലെയേഴ്സാണ് നാളെ വരുന്നതെന്നാണ്. ഇതിൽ എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതായാലും സ്പിൻ ചെയ്യുന്നില്ല. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ ആരാന്ന് വെച്ചാൽ പറയുക. പിന്നെ അപ്കമിങ് പാക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഗുള്ളിറ്റിൻ്റെ ഒരു നല്ല കാർഡ് വരുന്നുണ്ട്. അത് അടുത്ത വ്യാഴാഴ്ച വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ മത്തേഴ്സിൻ്റെ കാർഡ് വരാറുണ്ട്. അപ്പോൾ നിലവിൽ ഇത്രയൊക്കെ വരാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടമുള്ളൂ. ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.